ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം 45 അധ്യായങ്ങളാണ് അല്ലേ. ഇന്നലെ നമ്മൾ പഠിക്കാത്തതുകൊണ്ട് ഇന്ന് 2 അധ്യായങ്ങളാണ് നമുക്കുള്ളത്. 45 അധ്യായങ്ങൾ. ആദ്യം 44 അധ്യായത്തിൻ്റെ ചോദ്യോത്തരങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. പ്രഭാഷകൻ്റെ പുസ്തകം അധ്യായം 44 എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 23. പ്രഭാഷകൻ അധ്യായം 44 ആദ്യത്തെ തലക്കെട്ട് എന്ത്? ഉത്തരം പിതാക്കന്മാരുടെ മഹത്വം. നമുക്കിപ്പോൾ ആരെയെല്ലാം തലമുറക്രമത്തെ പ്രകീർത്തിക്കാം എന്നാണ് പ്രഭാഷകൻ അധ്യായം 44 ആരംഭത്തിൽ പറയുന്നത്. മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും. നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും എങ്ങനെ പ്രകീർത്തിക്കാം എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഉത്തരം തലമുറക്രമത്തിൽ. നമുക്കിപ്പോൾ തലമുറക്രമത്തിൽ പ്രകീർത്തിക്കാം എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ആരെയല്ല? ഉത്തരം മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും. കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി. ആർക്ക്? ഉത്തരം മഹത്തുക്കൾക്കും നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്കും. കർത്താവ് എന്നു മുതലാണ് തൻ്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകിയത്? ഉത്തരം ആദ്യം മുതൽ തന്നെ. മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും ഇടയിൽ ഉണ്ടായിരുന്നത് ആരെല്ലാം? ഉത്തരം രാജാക്കന്മാർ, കീർത്തിയുറ്റ ബലശാലികൾ, ജ്ഞാനത്താൽ ഉപദേശം നൽകിയവർ, പ്രവാചകന്മാർ. എങ്ങനെയുള്ള ബലശാലികളാണ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്? ഉത്തരം കീർത്തിയുറ്റ. ജ്ഞാനത്താൽ എന്തു നൽകിയവരാണ് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്? ഉത്തരം ഉപദേശം. എങ്ങനെ ജനത്തിന് നേതൃത്വം കൊടുത്തവരും വിവേകപൂർവമായി ഉപദേശം നൽകിയവരുമാണ് ആ കൂട്ടത്തിലുണ്ടായിരുന്നത്? ഉത്തരം ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും. ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് എന്തു കൊടുത്തവരാണ് ആ കൂട്ടത്തിലുണ്ടായിരുന്നത്? ഉത്തരം നേതൃത്വം. വിവേകപൂർവമായ എന്തു നൽകിയവരാണ് ആ കൂട്ടത്തിലുണ്ടായിരുന്നവർ? ഉത്തരം ഉപദേശം. മഹത്തുക്കളിലും നമ്മുടെ പൂർവ്വപിതാക്കന്മാരിലും ചിലർ ആരെല്ലാമായിരുന്നു എന്നാണ് പ്രഭാഷകൻ 44:5 പറയുന്നത്? ഉത്തരം സംഗീതജ്ഞന്മാരും കവികളും. മഹത്തുക്കളിലും നമ്മുടെ പൂർവ്വപിതാക്കന്മാരിലും ചിലർ എങ്ങനെയുള്ളവരായിരുന്നു എന്നാണ് പ്രഭാഷകൻ 44:6 പറയുന്നത്? ഉത്തരം വിഭവസമൃദ്ധിയുള്ളവരും സ്വവസതികളിൽ സമാധാനപൂർവ്വം വസിച്ചവരും. മഹത്തുക്കളിലും നമ്മുടെ പൂർവ്വപിതാക്കന്മാരിലും ചിലർ എങ്ങനെ വസിച്ചവരുമായിരുന്നു? ഉത്തരം സ്വവസതികളിൽ സമാധാനപൂർവ്വം. മഹത്തുക്കളിലും നമ്മുടെ പൂർവ്വപിതാക്കന്മാരിലും ചിലർ എവിടെ സമാധാനപൂർവ്വം വസിച്ചവരും ആയിരുന്നു? ഉത്തരം സ്വവസതികളിൽ. മഹത്തുക്കളിലും നമ്മുടെ പൂർവ്വപിതാക്കന്മാരിലും പെട്ട ഇവർ തങ്ങളുടെ തലമുറയിൽ ആരായിരുന്നു? ഉത്തരം ബഹുമാനിതരും കാലത്തിൻ്റെ മഹിമയും. ഇവർ തങ്ങളുടെ തലമുറയിൽ ബഹുമാനിതരും കാലത്തിൻ്റെ എന്തുമായിരുന്നു? ഉത്തരം മഹിമയും. മഹത്തുക്കളിലും നമ്മുടെ പൂർവ്വപിതാക്കന്മാരിലും പെട്ട ചിലർ ആര് പ്രകീർത്തിച്ച പ്രസിദ്ധരായിരുന്നു? ഉത്തരം ജനങ്ങൾ. മഹത്തുക്കളിലും നമ്മുടെ പൂർവ്വപിതാക്കന്മാരിലും എന്ത് അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവരും ഉണ്ട് എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം സ്മരണ. സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവർക്ക് സംഭവിച്ചത് എന്ത്? ഉത്തരം
ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് അവർ മൺമറഞ്ഞു പോയി. എന്തെല്ലാം സംഭവിച്ചിട്ടില്ലെന്ന് തോന്നുമാറാണ് അവർ മൺമറഞ്ഞു പോയത്? ഉത്തരം ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ്. ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് അവർ മൺമറഞ്ഞു പോയി. അവിടെ ആർക്കും അങ്ങനെ തന്നെ സംഭവിച്ചു എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്. മക്കളും മഹത്തുക്കളും പൂർവ്വപിതാക്കന്മാരും എങ്ങനെയുള്ളവരായിരുന്നു എന്നാണ് പ്രഭാഷകൻ 44:10 പറയുന്നത്. ഉത്തരം കാരുണ്യമുള്ളവരായിരുന്നു. അവർ കാരുണ്യമുള്ളവരായിരുന്നു. അവരുടെ എന്ത് വിസ്മരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഉത്തരം സൽപ്രവൃത്തികൾ. അവരുടെ സൽപ്രവൃത്തികൾ എന്തു ചെയ്യപ്പെട്ടില്ല എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വിസ്മരിക്കപ്പെട്ടിട്ടില്ല. മഹത്തുക്കളിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരിലും പെട്ട അവരുടെ ഐശ്വര്യം ആരിലാണ്? ഉത്തരം അവരുടെ പിൻഗാമികളിൽ. മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും അവകാശം ആരിൽ നിലനിൽക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം അവരുടെ മക്കളുടെ മക്കളിൽ. ആര് ഉടമ്പടികൾ പാലിക്കുമെന്നാണ് പ്രഭാഷകൻ 44:12 പറഞ്ഞിരിക്കുന്നത്. ഉത്തരം അവരുടെ സന്തതികൾ. അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും. എന്തിനു വേണ്ടി? ഉത്തരം ഉടമ്പടികൾ പാലിക്കാൻ വേണ്ടി. മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും ആരാണ് എന്നേക്കും നിലനിൽക്കും എന്ന് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഭാവി തലമുറകൾ. മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും. അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും. അവരുടെ ഭാവി തലമുറകൾക്ക് സംഭവിക്കുന്നത് എന്ത്? ഉത്തരം എന്നേക്കും നിലനിൽക്കും. മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും. അവരുടെ എന്ത് മാഞ്ഞു പോകുകയില്ല. ഉത്തരം പ്രതാപം. അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും. അവരുടെ പ്രതാപത്തിന് എന്ത് സംഭവിക്കുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ഉത്തരം മാഞ്ഞു പോകുകയില്ല. അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. ആര്? ഉത്തരം മഹത്തുക്കളും നമ്മുടെ പൂർവ്വപിതാക്കന്മാരും. മഹത്തുക്കളും നമ്മുടെ പൂർവ്വപിതാക്കന്മാരും എങ്ങനെയാണ് സംസ്കരിക്കപ്പെട്ടത്? ഉത്തരം സമാധാനത്തിൽ. മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെയും എന്താണ് തലമുറകൾ തോറും നിലനിൽക്കുന്നത്? ഉത്തരം വിജ്ഞാനം. ഉത്തരം പേര്. വിജ്ഞാനമല്ല, പേര്. മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ പേര് എവിടെയാണ് നിലനിൽക്കുന്നത്? ഉത്തരം തലമുറകൾ തോറും. മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ എന്താണ് ജനതകൾ പ്രഘോഷിക്കുന്നത്? ഉത്തരം അവരുടെ വിജ്ഞാനം. മഹത്തുക്കളുടെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ വിജ്ഞാനം ജനതകൾ എന്തു ചെയ്യും? ഉത്തരം പ്രഘോഷിക്കും. മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ പ്രകീർത്തിക്കുന്നത് ആര്? ഉത്തരം സമൂഹം. മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ സമൂഹം എന്തു ചെയ്യും? പ്രകീർത്തിക്കുകയും ചെയ്യും. പ്രഭാഷകൻ അധ്യായം 44 രണ്ടാമത്തെ തലക്കെട്ട് എന്ത്? ഉത്തരം ഹെനോക്ക്, നോഹ. ആര് കർത്താവിനെ പ്രീതിപ്പെടുത്തി എന്നാണ് പ്രഭാഷകൻ 44:16 പറയുന്നത്? ഉത്തരം ഹെനോക്ക്. ഹെനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി അവൻ എവിടേക്കാണ് സംഭവിക്കപ്പെട്ടത്? ഉത്തരം ഉന്നതത്തിലേക്ക്. ഹെനോക്ക് ആരെ പ്രീതിപ്പെടുത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം കർത്താവിനെ. കർത്താവിനെ പ്രീതിപ്പെടുത്തിയ ഹെനോക്ക് ഉന്നതങ്ങളിലേക്ക് എന്ത് ചെയ്യപ്പെട്ടു? ഉത്തരം സംവഹിക്കപ്പെട്ടു. എല്ലാ തലമുറകൾക്കും അനുതാപത്തിൻ്റെ മാതൃകയായതാര്? ഉത്തരം ഹെനോക്ക്. ഹെനോക്ക് ആർക്കാണ് അനുതാപത്തിൻ്റെ മാതൃകയായത്? ഉത്തരം എല്ലാ തലമുറകൾക്കും. ആര് തികഞ്ഞ നീതിമാനായിരുന്നു എന്നാണ് പ്രഭാഷകൻ 44:17 പറയുന്നത്? ഉത്തരം നോഹ. വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നത് ആര്? ഉത്തരം നോഹ. എന്ന് ഒഴിവാക്കപ്പെട്ട മുളയാണ് നോഹ? ഉത്തരം വിനാശത്തിൻ്റെ നാളിൽ. ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു. എങ്ങനെ? ഉത്തരം വിനാശത്തിൻ്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട നോഹ വഴി. എന്തിനു ശേഷം ഭൂമി ഒരു ഭാഗം നിലനിന്നു എന്നാണ് പ്രഭാഷകൻ 44:17 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ജലപ്രളയത്തിന് ശേഷം. ജലപ്രളയത്തിന് ശേഷം എവിടെ ഒരു ഭാഗം നിലനിന്നു എന്നാണ് പ്രഭാഷകൻ 44:17 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ഭൂമിയിൽ. മർത്യകുലം എന്തിനാ നശിപ്പിക്കപ്പെടുകയില്ല എന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടത്? ജലപ്രളയത്താൽ. മർത്യകുലം ജലപ്രളയത്താൽ എന്ത് ചെയ്യപ്പെടുകയില്ല എന്ന നിത്യമായ ഉടമ്പടിയാണ് അവനുമായി സ്ഥാപിക്കപ്പെട്ടത്? ഉത്തരം നശിപ്പിക്കപ്പെടുകയില്ല.
മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന് എങ്ങനെയുള്ള ഉടമ്പടിയാണ് അവനുമായി സ്ഥാപിക്കപ്പെട്ടത്? ഉത്തരം നിത്യമായ. പ്രഭാഷകൻ അധ്യായം 44 മൂന്നാമത്തെ തലക്കെട്ട് എന്ത്? ഉത്തരം അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ്. അബ്രാഹാം ആരായിരുന്നു? ഉത്തരം അനേക ജനതകളുടെ പിതാവ്. അനേക ജനതകളുടെ പൂർവ്വപിതാവ് ആരായിരുന്നു? ഉത്തരം അബ്രാഹാം. എന്തിൽ അബ്രാഹത്തിന് സമനായി ആരുമില്ല എന്നാണ് പ്രഭാഷകൻ 44:19 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം മഹത്വത്തിൽ. മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെപ്പറ്റി? ഉത്തരം അബ്രാഹത്തെപ്പറ്റി. അബ്രാഹാം ആരുടെ നിയമമാണ് പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടി ഏർപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം അത്യുന്നതൻ്റെ നിയമം. ആരാണ് അബ്രാഹവുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടത്? ഉത്തരം അത്യുന്നതൻ. അത്യുന്നതൻ ആദ്യമായാണ് ഉടമ്പടിയിൽ ഏർപ്പെട്ടത്? ഉത്തരം അബ്രാഹവുമായി. അബ്രാഹാം എവിടെയാണ് ഉടമ്പടിയുടെ മുദ്ര പതിച്ചത്? ഉത്തരം സ്വശരീരത്തിൽ. സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചത് ആര്? ഉത്തരം അബ്രാഹാം. അബ്രാഹാം സ്വശരീരത്തിൽ പതിച്ചത് എന്ത്? ഉത്തരം ഉടമ്പടിയുടെ മുദ്ര. പരീക്ഷിക്കപ്പെട്ടപ്പോൾ വിശ്വസ്തത തെളിയിച്ചത് ആര്? ഉത്തരം അബ്രാഹാം. അബ്രാഹാം എപ്പോഴാണ് വിശ്വസ്തത തെളിയിച്ചത്? ഉത്തരം പരീക്ഷിക്കപ്പെട്ടപ്പോൾ. അവൻ്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്തത് എന്തുകൊണ്ട്? ഉത്തരം പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചുകൊണ്ട്. അബ്രാഹത്തിൻ്റെ സന്തതി വഴി ആരനുഗ്രഹിക്കപ്പെടും എന്നാണ് കർത്താവ് അവനോട് ശപഥം ചെയ്തത്? ഉത്തരം ജനതകൾ. അവൻ്റെ സന്തതി വഴി ജനതകൾ എന്ത് ചെയ്യപ്പെടുമെന്നാണ് കർത്താവ് അവനോട് ശപഥം ചെയ്തത്? ഉത്തരം അനുഗ്രഹിക്കപ്പെടും. അബ്രാഹത്തിന് ലഭിച്ച വാഗ്ദാനങ്ങൾ എന്തെല്ലാം? ഉത്തരം ഭൂമിയിലെ മണത്തരി പോലെ അവനെ വർദ്ധിപ്പിക്കും. അവൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകും. അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തും. അവനെ എന്തുപോലെ വർദ്ധിപ്പിക്കുമെന്നാണ് അബ്രാഹത്തിന് വാഗ്ദാനം ലഭിച്ചത്? ഭൂമിയിലെ മണൽത്തരി പോലെ. ഭൂമിയിലെ മണൽത്തരി പോലെ വർദ്ധിപ്പിക്കുമെന്ന് വാഗ്ദാനം ലഭിച്ചത് ആർക്ക്? അബ്രാഹത്തിന്. എവിടുത്തെ മണൽത്തരി പോലെ അവനെ വർദ്ധിപ്പിക്കുമെന്നാണ് അബ്രാഹത്തിന് വാഗ്ദാനം കിട്ടിയത്? ഭൂമിയിലെ. അവൻ്റെ ആര് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നാണ് അബ്രാഹത്തിന് വാഗ്ദാനം ലഭിച്ചത്? ഉത്തരം സന്തതി. അവൻ്റെ സന്തതി എവിടുത്തെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നാണ് അവന് വാഗ്ദാനം ലഭിച്ചത്? ഉത്തരം ആകാശത്തിലെ. അവർ എവിടെ മുതൽ എവിടെ വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തുമെന്നാണ് അബ്രാഹത്തിന് വാഗ്ദാനം ലഭിച്ചത്? ഉത്തരം സമുദ്രം മുതൽ സമുദ്രം വരെയും. അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും ഏത് നദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തും എന്നാണ് അബ്രാഹത്തിന് വാഗ്ദാനം ലഭിച്ചത്? ഉത്തരം മഹാനദി മുതൽ. അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ എവിടെ വരെയും അവകാശമാക്കാൻ ഇടവരുത്തുമെന്നാണ് അബ്രാഹത്തിന് വാഗ്ദാനം ലഭിച്ചത്? ഉത്തരം ഭൂമിയുടെ അതിർത്തികൾ വരെയും. ഇസ്ഹാക്കിന് ആര് മൂലമാണ് അതേ വാഗ്ദാനം നൽകപ്പെട്ടത്? ഉത്തരം പിതാവായ അബ്രാഹാം. പിതാവായ അബ്രാഹാം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടത് ആർക്ക്? ഉത്തരം ഇസഹാക്കിന്. ഇസഹാക്കിൻ്റെ പിതാവ് ആര്? ഉത്തരം അബ്രാഹാം. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും ആരുടെ ശിരസിലാണ് കർത്താവ് വെച്ചത്? ഉത്തരം യാക്കോബിൻ്റെ. ആർക്കുള്ള അനുഗ്രഹവും ഉടമ്പടിയുമാണ് യാക്കോബിൻ്റെ ശിരസിൽ കർത്താവ് വെച്ചത്? ഉത്തരം എല്ലാ മനുഷ്യർക്കും. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള എന്തെല്ലാമാണ് യാക്കോബിൻ്റെ ശിരസിൽ കർത്താവ് വെച്ചത്? ഉത്തരം അനുഗ്രഹവും ഉടമ്പടിയും. കർത്താവ് യാക്കോബിനെ അംഗീകരിച്ച് എന്താണ് നൽകിയത്? ഉത്തരം പൈതൃകാവകാശം. ആരാണ് യാക്കോബിനെ അംഗീകരിച്ച് പൈതൃകാവകാശം നൽകിയത്? ഉത്തരം കർത്താവ്. കർത്താവ് എന്ത് നിശ്ചയിച്ചാണ് അത് 12 ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തത്? ഉത്തരം ഓഹരി. കർത്താവ് ഓഹരി നിശ്ചയിച്ചത് ആർക്കാണ് ഭാഗിച്ചു കൊടുത്തത്? ഉത്തരം 12 ഗോത്രങ്ങൾക്കായി. കർത്താവ് ഓഹരി നിശ്ചയിച്ചത് 12 ഗോത്രങ്ങൾക്കായി എന്ത് ചെയ്തു? ഉത്തരം ഭാഗിച്ചു കൊടുത്തു. ഇത്രയുമാണ് 44-ാം അധ്യായത്തിലെ ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് 45-ാം അധ്യായത്തിൻ്റെ ചോദ്യോത്തരങ്ങൾ കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്ത് കടന്നു പോകാം. അധ്യായം 45 നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അധ്യായം 45-ൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 26. പ്രഭാഷകൻ അധ്യായം 45-ൻ്റെ ആദ്യത്തെ ശീർഷകം? ഉത്തരം മോശ.
ആരിൽ നിന്നാണ് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തിയത്? ഉത്തരം യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന്. യാക്കോബിൻ്റെ സന്തതികളിൽ നിന്ന് എങ്ങനെയുള്ള ഒരുവനെയാണ് കർത്താവ് ഉയർത്തിയത്? ഉത്തരം കാരുണ്യവാനായ. യാക്കോബിൻ്റെ സന്തതികളിൽ നിന്നും കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി. അവൻ ആർക്കാണ് സുസമ്മതനായത്? ഉത്തരം ജനത്തിന്. യാക്കോബിൻ്റെ സന്തതികളിൽ നിന്നും കർത്താവ് ഉയർത്തിയ കാരുണ്യവാനായ ഒരുവൻ ആരുടെയെല്ലാം പ്രീതിക്കാണ് പാത്രമായത്? ഉത്തരം ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും. അധ്യായം 45 1 വാക്യത്തിൽ മോശയ്ക്ക് നൽകുന്ന വിശേഷണം എന്ത്? ഉത്തരം ഭാഗ്യസ്മരണാർഹൻ. കർത്താവ് അവനെ അല്ലെങ്കിൽ മോശയെ മഹത്വത്തിൽ ആർക്ക് സമനാക്കി? ഉത്തരം ദൈവദൂതന്മാർക്ക്. ആരാണ് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കിയത്? ഉത്തരം കർത്താവ്. കർത്താവ് മോശയെ ദേവദൂതന്മാർക്ക് സമനാക്കിയത് എന്തിൽ? ഉത്തരം മഹത്വത്തിൽ. ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി. ആരെ? ഉത്തരം മോശയെ. ആരെ അപേക്ഷിച്ചപ്പോഴാണ് അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചത്? ഉത്തരം മോശ. മോശ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് പിൻവലിച്ചത് എന്ത്? ഉത്തരം അടയാളങ്ങൾ. ആരുടെ സന്നിധിയിലാണ് കർത്താവ് അവനെ സമുന്നതനാക്കിയത്? ഉത്തരം രാജാക്കന്മാരുടെ. രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ ആരാക്കി? ഉത്തരം സമുന്നതനാക്കി. അവിടുന്ന് ആർക്കു വേണ്ടിയുള്ള കൽപ്പനകളാണ് അവനെ ഏൽപ്പിച്ചത്? ഉത്തരം തൻ്റെ ജനത്തിന് വേണ്ടി. അവിടുന്ന് അവനെ എന്താണ് നൽകിയത്? തൻ്റെ മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനം. തൻ്റെ മഹത്വത്തിൻ്റെ ഭാഗികമായ ദർശനം എന്താണ് അവിടുന്ന് അവന് നൽകിയത്? തൻ്റെ മഹത്വത്തിൻ്റെ ഭാഗികമായി എന്താണ് അവിടുന്ന് അവന് നൽകിയത്? ഉത്തരം ദർശനം. അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചത് എങ്ങനെ? വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട്. വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ എന്തു ചെയ്തു? ഉത്തരം വിശുദ്ധീകരിച്ചു. കർത്താവ് അവനെ തിരഞ്ഞെടുത്തത് എവിടെ നിന്ന്? ഉത്തരം എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന്. അവിടുന്ന് അവനെ കേൾപ്പിച്ചത് എന്ത്? തൻ്റെ സ്വരം. അവിടുന്ന് അവനെ നയിച്ചത് എവിടേക്ക്? ഉത്തരം ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക്. ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ എന്തു ചെയ്തു? ഉത്തരം നയിച്ചു. ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് കർത്താവ് നയിച്ചത് ആരെ? ഉത്തരം മോശയെ. കർത്താവ് മോശയ്ക്ക് മുഖാഭിമുഖം നൽകിയത് എന്തെല്ലാം? കൽപ്പനകൾ, ജീവൻ്റെ വിജ്ഞാനത്തിൻ്റെ നിയമം. കർത്താവ് മോശയ്ക്ക് കൽപ്പനകളും ജീവൻ്റെ വിജ്ഞാനത്തിൻ്റെ നിയമവും നൽകിയത് തൻ്റെ ഉടമ്പടി ആരെ അഭ്യസിപ്പിക്കേണ്ടതിനാണ്? ഉത്തരം യാക്കോബിനെ. കർത്താവ് മോശയ്ക്ക് കൽപ്പനകളും ജീവൻ്റെയും വിജ്ഞാനത്തിൻ്റെ നിയമവും നൽകിയത് യാക്കോബിനെ തൻ്റെ ഉടമ്പടിയും ആരെ തൻ്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിനാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ഇസ്രായേലിനെ. ഇസ്രായേലിനെ എന്താണ് അഭ്യസിപ്പിക്കേണ്ടത്? ഉത്തരം തൻ്റെ നീതി. യാക്കോബിനെ തൻ്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തൻ്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് കർത്താവ് എന്താണ് മോശയ്ക്ക് നൽകിയത്? ഉത്തരം മുഖാഭിമുഖം കൽപ്പനകളും വിജ്ഞാനത്തിൻ്റെയും ജീവൻ്റെ വിജ്ഞാനത്തിൻ്റെ നിയമവും. യാക്കോബിനെ തൻ്റെ ഉടമ്പടിയും ഇസ്രായേലിനെ തൻ്റെ നീതിയെ അഭ്യസിപ്പിക്കേണ്ടതിന് കർത്താവ് കൽപ്പനകളും ജീവൻ്റെ വിജ്ഞാനത്തിൻ്റെ നിയമവും മോശയ്ക്ക് നൽകിയത് എങ്ങനെ? ഉത്തരം മുഖാഭിമുഖം. പ്രഭാഷകൻ അധ്യായം 45 രണ്ടാമത്തെ തലക്കെട്ട് എന്ത്? ഉത്തരം അഹ്റോൻ. പ്രഭാഷകൻ 45:6 ആരെ ഉയർത്തിയ കാര്യമാണ് പറയുന്നത്? ഉത്തരം അഹ്റോനെ. അഹ്റോൻ്റെ ഗോത്രം ഏത്? ഉത്തരം ലേവി. അഹ്റോൻ ആരുടെ സഹോദരനായിരുന്നു? ഉത്തരം മോശയുടെ. മോശയെപ്പോലെ വിശുദ്ധൻ ആര്? ഉത്തരം ലേവി. മോശയെപ്പോലെ വിശുദ്ധൻ ആര്? ഉത്തരം അഹ്റോൻ. അഹ്റോൻ ആരെപ്പോലെ വിശുദ്ധനായിരുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം മോശയെപ്പോലെ. ലേവി ഗോത്രജനും മോശയുടെ സഹോദരനും അവനെപ്പോലെ തന്നെ വിശുദ്ധനുമായ ആരെയാണ് കർത്താവ് ഉയർത്തിയത്? ഉത്തരം അഹ്റോനെ. പ്രഭാഷകൻ 45:6 അഹ്റോന് നൽകിയിരിക്കുന്ന വിശേഷണങ്ങൾ എന്തെല്ലാം? ഉത്തരം ലേവി ഗോത്രജൻ, മോശയുടെ സഹോദരൻ, മോശയെപ്പോലെ തന്നെ വിശുദ്ധൻ. കർത്താവ് ആരുമായാണ് നിത്യമായി ഉടമ്പടി ചെയ്തത്? ഉത്തരം അഹ്റോനുമായി. കർത്താവ് അഹ്റോനുമായി ചെയ്തത് എന്ത്? ഉത്തരം നിത്യമായി ഉടമ്പടി. അവിടുന്ന് അഹ്റോനുമായി നിത്യമായി ഉടമ്പടി ചെയ്യുകയും ആരുടെ പൗരോഹിത്യം അവന് നൽകുകയും ചെയ്തു? ഉത്തരം ജനത്തിൻ്റെ. അവിടുന്ന് അഹ്റോനുമായി നിത്യമായി ഉടമ്പടി ചെയ്യുകയും ജനത്തിൻ്റെ എന്തു നൽകുകയും ചെയ്തു? ഉത്തരം പൗരോഹിത്യം. കർത്താവ് എന്തുകൊണ്ടാണ് അഹ്റോനെ അനുഗ്രഹിച്ചത്? ഉത്തരം വിശിഷ്ടമായ വസ്ത്രങ്ങൾ കൊണ്ട്. വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട്. കർത്താവ് അഹ്റോനെ അണിയിച്ചത് എന്ത്? മഹിമയേറിയ മേലങ്കി. എങ്ങനെയുള്ള മേലങ്കിയാണ് കർത്താവ് അഹ്റോനെ അണിയിച്ചത്? ഉത്തരം മഹിമയേറിയ. കർത്താവ് മഹിമയേറിയ മേലങ്കി അണിയിച്ചത് ആരെ? ഉത്തരം അഹ്റോനെ. മഹിമയേറിയ മേലങ്കി അവനെ
അണിയിച്ചതോടൊപ്പം അണിയിച്ചതായി പറയുന്നത് എന്ത്? ഉത്തരം മഹിമയുടെ പൂർണ്ണത. എന്തിൻ്റെ പൂർണ്ണതയാണ് അവിടുന്ന് അവനെ അണിയിച്ചത്? ഉത്തരം മഹിമയുടെ. കർത്താവ് അഹ്റോനെ ശക്തനാക്കിയത് എന്ത് നൽകിയാണ്? ഉത്തരം അധികാര ചിഹ്നങ്ങൾ. എന്ത് ചിഹ്നങ്ങൾ നൽകിയാണ് കർത്താവ് അഹ്റോനെ ശക്തനാക്കിയത്? ഉത്തരം അധികാര ചിഹ്നങ്ങൾ. പ്രഭാഷകൻ 45:8 പ്രകാരം കർത്താവ് അഹ്റോന് നൽകിയത് എന്തല്ല? ഉത്തരം കാഴ്ചട്ട, നീണ്ട അങ്കി, എഫോദ്. കാഴ്ചട്ടയും നീണ്ട അങ്കിയും എഫോദും അവന് നൽകിയത് ആര്? ഉത്തരം കർത്താവ്. കർത്താവ് നൽകിയ എന്തിനു ചുറ്റുമാണ് മാതൃനാരങ്ങ തുന്നിച്ചേർത്തത്? ഉത്തരം അങ്കിക്ക് ചുറ്റും. അങ്കിക്ക് ചുറ്റും തുന്നിച്ചേർത്തത് എന്ത്? ഉത്തരം മാതൃനാരങ്ങയും ധാരാളം സ്വർണ്ണമണികളും. കർത്താവ് നൽകിയ അങ്കിക്ക് ചുറ്റും തുന്നിച്ചേർത്ത സ്വർണ്ണമണികളുടെ പ്രത്യേകത എന്ത്? ഉത്തരം നടക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്നത്. നടക്കുമ്പോൾ ശബ്ദമുണ്ടാക്കാൻ ധാരാളം സ്വർണ്ണമണികൾ അങ്കിക്ക് ചുറ്റും തുന്നിച്ചേർത്തത് എന്തിന്? ഉത്തരം ദേവാലയത്തിൽ തൻ്റെ ആഗമനത്തെ അറിയിക്കാൻ. മാതൃനാരങ്ങയും ദേവാലയത്തിൽ തൻ്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്ന ധാരാളം സ്വർണ്ണമണികൾ തുന്നിച്ചേർത്തത് എവിടെ? ഉത്തരം അങ്കിക്ക് ചുറ്റും. ഏതെല്ലാം വർണ്ണങ്ങൾ കളർ ചിത്രപ്പണികളോട് കൂടിയ വിശുദ്ധ വസ്ത്രങ്ങളാണ് അവിടുന്ന് അവനെ അണിയിച്ചത്? ഉത്തരം സ്വർണം, നീല, ധൂമ്രവർണ്ണം. സ്വർണം, നീല, ധൂമ്രവർണ്ണം കലർന്ന ചിത്രപ്പണികളോട് കൂടിയ എന്താണ് അവിടുന്ന് അവനെ അണിയിച്ചത്? ഉത്തരം വിശുദ്ധ വസ്ത്രം. സ്വർണ്ണ, നീല, ധൂമവർണ്ണം കലർന്ന ചിത്രപ്പണികളോട് കൂടിയ വിശുദ്ധ വസ്ത്രത്തോടൊപ്പം കർത്താവ് അവനെ അണിയിച്ചത് എന്തല്ല? ഉത്തരം ഉറിയും തുമ്മിയും. എങ്ങനെ പിരിച്ചെടുത്ത കടുംചുവപ്പ് നൂൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ അണിയിച്ചു എന്നാണ് പറയുന്നത്? ഉത്തരം കരവിരുതോടെ. കരവിരുതോടെ പിടിച്ചെടുത്ത എന്ത് നൂലാണ് ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ അവനെ അണിയിച്ചത്? ഉത്തരം കടുംചുവപ്പ് നൂൽ. എന്തിനനുസരിച്ചാണ് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണ്ണപ്പണിക്കാരെ മുദ്രമോതിരത്തിൽ രത്നങ്ങൾ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണ്ണഫലകം അവനെ അണിയിച്ചത്? ഉത്തരം ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച്. എന്തിനു വേണ്ടിയാണ് ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് സ്വർണ്ണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണ്ണഫലകം അണിയിച്ചത്? ഉത്തരം ഇസ്രായേൽ ഗോത്രങ്ങളെ അനുസ്മരിപ്പിക്കാൻ. എങ്ങനെയുള്ള സ്വർണ്ണഫലകമാണ് അഹ്റോനെ അണിയിച്ചത്? ഉത്തരം ലിഖിതങ്ങൾ കുത്തിയ രത്നങ്ങൾ പതിച്ച. എങ്ങനെയുള്ള മുദ്രമോതിരത്തിലെ ലിഖിതങ്ങൾ കൊത്തുന്നത് ആര്? ഉത്തരം സ്വർണ്ണപ്പണിക്കാരൻ. അഹ്റോന്റെ തലപ്പാവിൽ എന്താണ് അണിയിച്ചിരിക്കുന്നത്? ഉത്തരം സ്വർണം കൊണ്ടുള്ളൊരു കിരീടം. അവൻ്റെ തലപ്പാവിൽ അണിയിച്ചിരിക്കുന്ന കിരീടം എന്തുകൊണ്ടുള്ളതാണ്? ഉത്തരം സ്വർണം കൊണ്ട്. അവൻ്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു. അതിൽ എന്താണ് കൊത്തിയിരിക്കുന്നത്? ഉത്തരം വിശുദ്ധി. തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള കിരീടം അണിയിച്ചിരിക്കുന്നു. അതിൽ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നത് ഏതുപോലെയാണ്? ഉത്തരം ഒരു മുദ്രയിൽ എന്ന പോലെ. അഹ്റോന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടത്തിൽ മുദ്രയിൽ എന്ന പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നതിൽ പ്രകടമാകുന്നത് എന്ത്? ഉത്തരം ഒരു വിദഗ്ധൻ്റെ കരചാതുരി. ഒരു വിദഗ്ധൻ്റെ കരചാതുരി പ്രകടമാകുന്നത് എവിടെയാണ്? ഉത്തരം അഹ്റോന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള കിരീടത്തിൽ വിശുദ്ധി എന്ന് കുത്തിയിരിക്കുന്നതിൽ. വിദഗ്ധൻ്റെ കരചാതുരി പ്രകടമാകുന്ന കിരീടം എങ്ങനെയുള്ളതാണ് എന്നാണ് പ്രഭാഷകൻ 45:12 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവും. വിദഗ്ധൻ്റെ കരചാതുരി നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവും ആയതെന്ത്? വിദഗ്ധൻ്റെ കരചാതുരി പ്രകടമാക്കുന്ന വിധത്തിൽ കിരീടത്തിൽ കൊത്തിയിരിക്കുന്ന വിശുദ്ധി. അഹ്റോന്റെ തലപ്പാവിൽ അണിയിച്ച കിരീടത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? ഉത്തരം സ്വർണം കൊണ്ടൊരു കിരീടമായിരുന്നു അത്. അതിമുദ്രയിൽ എന്ന പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു. വിദഗ്ധൻ്റെ കരചാതുരി പ്രകടമാക്കുന്നതാണ്. അത് നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ്. അവൻ്റെ കാലത്തിന് മുമ്പ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ആരുടെ കാലത്തിന് മുമ്പ്? ഉത്തരം അഹ്റോന്റെ. അഹ്റോന്റെ കാലത്തിന് മുമ്പ് ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് എന്ത്? ഉത്തരം അത്ര മനോഹരമായ വസ്തുക്കൾ. അഹ്റോന്റെ കാലത്തിന് മുമ്പ് ഉണ്ടായിരുന്നിട്ടില്ല എന്നും അന്യരാരും അവ അണിഞ്ഞിട്ടില്ലെന്നും പറയുന്നത് എന്ത്? ഉത്തരം അത്ര മനോഹരമായ വസ്തുക്കൾ. അഹ്റോന്റെ കാലത്തിന് മുമ്പ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നില്ല, അന്യരാരും അവ അണിഞ്ഞിട്ടില്ല. എന്നാൽ എക്കാലവും അവ ധരിച്ചിരുന്നത് ആര്? ഉത്തരം അഹ്റോന്റെ മക്കളും പിൻഗാമികളും. എല്ലാ ദിവസവും 2 പ്രാവശ്യം ഇത് പരിപൂർണമായി ദഹിപ്പിക്കപ്പെട്ടത് എന്ത്? ഉത്തരം അഹ്റോന്റെ ഹോമബലി. അവൻ്റെ ഹോമബലി എല്ലാ ദിവസവും എത്ര പ്രാവശ്യം പരിപൂർണമായി ദഹിപ്പിക്കപ്പെട്ടു? ഉത്തരം എല്ലാ ദിവസവും 2 പ്രാവശ്യം വീതം. എത്ര പ്രാവശ്യം പരിപൂർണ്ണ അവൻ്റെ ഹോമബലി എല്ലാ ദിവസവും എത്ര പ്രാവശ്യം പരിപൂർണ്ണമായി ദഹിപ്പിക്കപ്പെട്ടു? ഉത്തരം 2 പ്രാവശ്യം. അവൻ്റെ ഹോമബലി എല്ലാ ദിവസവും 2 പ്രാവശ്യം ഇത് എങ്ങനെയാണ് ദഹിപ്പിക്കപ്പെട്ടത്? ഉത്തരം പരിപൂർണമായി. ആരാണ് അഹ്റോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചത്? ഉത്തരം മോശ. മോശ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചത് ആരെ? ഉത്തരം അഹ്റോനെ.
മോശ എന്തുകൊണ്ടാണ് അഹ്റോനെ അഭിഷേചിച്ച് നിയോഗിച്ചത്? ഉത്തരം വിശുദ്ധ തൈലം കൊണ്ട്. മോശ അഹ്റോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചത് എന്തിനു വേണ്ടി? ഉത്തരം കർത്താവിന് ശുശ്രൂഷ ചെയ്യാനും പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ ജനത്തെ ആശീർവദിക്കാനും. ആർക്ക് ശുശ്രൂഷ ചെയ്യാനാണ് അഹ്റോനെ അഭിഷേചിച്ച് നിയോഗിച്ചത്? ഉത്തരം കർത്താവിന്. എന്തനുഷ്ഠിക്കാനാണ് അഹ്റോനെ അഭിഷേചിച്ച് നിയോഗിച്ചത്? ഉത്തരം പുരോഹിത ധർമ്മം. ആരുടെ നാമത്തിൽ തൻ്റെ ജനത്തെ ആശീർവദിക്കാൻ വേണ്ടിയാണ് അഹ്റോനെ അഭിഷേചിച്ച് നിയോഗിച്ചത്? കർത്താവിൻ്റെ. കർത്താവിൻ്റെ നാമത്തിൽ തൻ്റെ ജനത്തെ എന്ത് ചെയ്യാൻ വേണ്ടിയാണ് അഹ്റോനെ അഭിഷേചിച്ച് നിയോഗിച്ചത്? ഉത്തരം ആശീർവദിക്കാൻ. അഹ്റോനും അവൻ്റെ പിൻഗാമികളും എന്തുപോലെ നിത്യമായ ഒരു ഉടമ്പടിയാണത്? ആകാശം പോലെ. ആരുടെ പാപങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടിയാണ് കർത്താവിന് ബലിയർപ്പിക്കേണ്ടത്? ഉത്തരം ജനത്തിൻ്റെ. ജനത്തിന് എന്തിനു വേണ്ടിയാണ് കർത്താവിന് ബലിയർപ്പിക്കേണ്ടത്? ഉത്തരം പാപങ്ങളുടെ പരിഹാരത്തിന്. സ്മരണാംശമായി അർപ്പിക്കപ്പെട്ടത് എന്തൊക്കെ? ഉത്തരം കുന്തിരക്കോ സുഗന്ധദ്രവ്യങ്ങളും. എന്തായിട്ടാണ് കുന്തിരക്കോ സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നത്? ഉത്തരം സ്മരണാംശമായി. ജനത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന് ബലി അർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തിരക്കോ സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ എവിടെ നിന്നാണ് തിരഞ്ഞെടുത്തത്? ഉത്തരം മാനവകുലത്തിൽ നിന്ന്. കർത്താവ് അഹ്റോന് തൻ്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാൻ അധികാരവും കൊടുത്തത് എന്തിന്? ഉത്തരം തൻ്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തൻ്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും. തൻ്റെ പ്രമാണങ്ങൾ ആരെ പഠിപ്പിക്കുന്നതിനും തൻ്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവന് തൻ്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കുന്ന അധികാരവും അവന് കൊടുത്തത് എന്ത്? അവന് കൊടുത്തത് ഉത്തരം യാക്കോബിനെ. തൻ്റെ നിയമങ്ങൾ ആർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനാണ് അവിടുന്ന് തൻ്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കുന്ന അധികാരവും കൊടുത്തത്? ഉത്തരം ഇസ്രായേലിന്. തൻ്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തൻ്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് എന്തെല്ലാമാണ് അവന് നൽകിയത്? ഉത്തരം തൻ്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാൻ അധികാരവും. അവിടുന്ന് അഹ്റോന് തൻ്റെ കൽപ്പനകളും നിയമങ്ങളും എന്തിനുള്ള അധികാരവുമാണ് കൊടുത്തത്? ഉത്തരം വിധി പ്രസ്താവിക്കാനുള്ള. ആരുടെ അനുയായികളാണ് കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമി വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തത്? ഉത്തരം ദാത്താൻ്റെ അബീറാമിൻ്റെയും. ദാത്താൻ്റെ അബീറാമും അവരുടെ അനുയായികളും കോറഹിൻ്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും എവിടെ വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തു? ഉത്തരം മരുഭൂമി വെച്ച്. ദാത്താൻ അബീറാമും അവരുടെ അനുയായികളും കോറഹിൻ്റെ സംഘം ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമി വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തു. ആരാണ് ഇത് കണ്ട് കോപിച്ചത്? കർത്താവ്. കർത്താവ് ഇത് കണ്ട് കോപിച്ചപ്പോൾ അവർക്ക് സംഭവിച്ചത് എന്ത്? ഉത്തരം അവിടുത്തെ ക്രോധത്തിൽ അവർ നശിച്ചുപോയി. അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമി വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്ത് അവർക്കെതിരെ കർത്താവ് ചെയ്തത് എന്ത്? ഉത്തരം കർത്താവ് കോപിച്ച് അവിടുത്തെ ക്രോധത്തിൽ അവർ നശിച്ചു പോയി. ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു. ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവിടുന്ന് എന്ത് പ്രവർത്തിച്ചു? അത്ഭുതം. കർത്താവ് ആരുടെ മുഖത്താണ് വർദ്ധിപ്പിച്ചത്? അഹ്റോൻ്റെ. കർത്താവ് അഹ്റോൻ്റെ മുഖത്ത് വർദ്ധിപ്പിച്ച് എന്താണ് നൽകിയത്? പ്രത്യേക അവകാശം. അതിവിശിഷ്ടമായ എന്താണ് കർത്താവ് അഹ്റോന് അനുവദിച്ചു കൊടുത്തത്? ഉത്തരം ആദ്യഫലങ്ങൾ. കർത്താവ് അഹ്റോന് അതിവിശിഷ്ടമായ ആദ്യഫലങ്ങൾ അനുവദിച്ചു കൊടുക്കുകയും ധാരാളമായി നൽകുകയും ചെയ്തത് എന്ത്? ഉത്തരം ആദ്യഫലങ്ങൾ കൊണ്ടുള്ള അപ്പം. എന്തുകൊണ്ടുള്ള അപ്പമാണ് ധാരാളമായി അഹ്റോന് നൽകിയത്? ഉത്തരം ആദ്യഫലങ്ങൾ കൊണ്ടുള്ള. കർത്താവ് നൽകിയ ബലിവസ്തുക്കൾ ഭക്ഷിക്കുന്നത് ആര്? ഉത്തരം അഹ്റോനും അവൻ്റെ പിൻഗാമികളും. അഹ്റോനും അവൻ്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നത് എന്ത്? ഉത്തരം കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ. കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ അഹ്റോനും അവൻ്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നു. എന്നാൽ ദേശത്ത് അവൻ എന്തുണ്ടായിരിക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം യാതൊരു അവകാശവും ഓഹരിയും. ദേശത്ത് യാതൊരു അവകാശവും ഓഹരിയും ഇല്ലാത്തത് ആർക്ക്? ഉത്തരം അഹ്റോന്. അഹ്റോൻ്റെ ദേശത്ത് എന്തുണ്ടായിരുന്നില്ല? യാതൊരു അവകാശവും ഓഹരിയും. എന്താണ് അഹ്റോൻ്റെ അവകാശവും ഓഹരിയും? കർത്താവ് തന്നെയാണ്. കർത്താവ് തന്നെ അവൻ്റെ ഓഹരിയും അവകാശവും. ആരുടെ? ഉത്തരം അഹ്റോൻ്റെ. പ്രഭാഷകൻ അധ്യായം 45 മൂന്നാമത്തെ തലക്കെട്ട് എന്ത്? ഉത്തരം ഫിനെഹാസ്. എലയാസറിൻ്റെ പുത്രൻ്റെ പേരെന്ത്? ഫിനെഹാസ്. ഫിനെഹാസ് ആരുടെ പുത്രനായിരുന്നു? എലയാസറിൻ്റെ. മഹത്വത്തിന് മൂന്നാം സ്ഥാനം ആർക്കായിരുന്നു? ഫിനെഹാസിന്. ഫിനെഹാസ് എന്ത് തീഷ്ണത ഉള്ളവനായിരുന്നു? ഉത്തരം ദൈവഭക്തി. ദൈവഭക്തി തീഷ്ണതയുള്ളവനായിരുന്നത് ആര്? ഉത്തരം ഫിനെഹാസ്. ആര് വഴിതെറ്റിയപ്പോഴും ഫിനെഹാസ് ഉറച്ചു നിന്നു? ഉത്തരം ജനം. ജനം വഴിതെറ്റിയപ്പോഴും ഉറച്ചു നിന്നത് ആര്? ഉത്തരം ഫിനെഹാസ്. ഫിനെഹാസ് ആരുടെ പാപങ്ങൾക്കാണ് പരിഹാരം അനുഷ്ഠിച്ചത്? ഉത്തരം ഇസ്രായേലിൻ്റെ. ഫിനെഹാസ് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചത് എന്തുകൊണ്ട്? ഉത്തരം അവൻ ഹൃദയത്തിൻ്റെ കർമ്മോത്ഭവമായ നന്മ കൊണ്ട്. ഫിനെഹാസ് ഹൃദയത്തിൻ്റെ കർമ്മോത്ഭവമായ നന്മ കൊണ്ട് ചെയ്തത് എന്ത്?
ഉത്തരം ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചു. ഹൃദയത്തിൻ്റെ എങ്ങനെയുള്ള നന്മ കൊണ്ടാണ് ഇസ്രായേലിൻ്റെ പാപങ്ങൾക്ക് ഫിനെഹാസ് പരിഹാരം അനുഷ്ഠിച്ചത്? ഉത്തരം കർമ്മോന്മുഖമായ. കർത്താവ് ഫിനെഹാസുമായി ഒരു സമാധാന ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടത് എന്തിനു വേണ്ടി? ഉത്തരം അവൻ വിശുദ്ധ സ്ഥലത്തിൻ്റെയും തൻ്റെ ജനത്തിൻ്റെ നേതാവായിരിക്കുന്നതിനും അവനും അവൻ്റെ സന്തതികളും പൗരോഹിത്യത്തിൻ്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടി. അവൻ വിശുദ്ധ സ്ഥലത്തിൻ്റെയും തൻ്റെ ജനത്തിൻ്റെ നേതാവായിരിക്കുന്നതിനും അവനും അവൻ്റെ സന്തതികളും പൗരോഹിത്യത്തിൻ്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടി കർത്താവ് അവനുമായി എന്താണ് ഉറപ്പിച്ചത്? ഉത്തരം ഒരു സമാധാന ഉടമ്പടി. എന്തിൻ്റെ എല്ലാം നേതാവായിരിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് അവരുമായി സമാധാന ഉടമ്പടി ഉറപ്പിച്ചത്? ഉത്തരം വിശുദ്ധ സ്ഥലത്തിൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും. യൂദാ ഗോത്രത്തിനായി ആരുമാണ് ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടത്? ഉത്തരം ജെസ്സയുടെ പുത്രൻ ദാവീദുമായി. ജെസ്സയുടെ പുത്രൻ ആര്? ജെസ്സയുടെ പുത്രൻ ദാവീദ്. ദാവീദ് ആരുടെ പുത്രനായിരുന്നു? ജെസ്സയുടെ ഗോത്രം ഏത്? യൂദ. രാജാവിൻ്റെ പിന്തുടർച്ചാവകാശം ആരുടെ സന്തതികൾക്ക് മാത്രമാണ്? ദാവീദിൻ്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് എന്ത്? രാജാവിൻ്റെ പിന്തുടർച്ചാവകാശം. അഹ്റോന്റെ പിന്തുടർച്ചാവകാശം ആർക്കാണ്? അവൻ്റെ സന്തതികൾക്ക്. അഹ്റോന്റെ പിന്തുടർച്ചാവകാശം അവൻ്റെ സന്തതികൾക്കായിരിക്കുന്നത് എന്തുപോലെയാണ്? രാജാവിൻ്റെ പിന്തുടർച്ചാവകാശം ദാവീദിൻ്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ. എന്ത് ചെയ്യുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്നാണ് പ്രഭാഷകൻ 45:26 പറഞ്ഞിരിക്കുന്നത്? തൻ്റെ ജനത്തെ നീതിപൂർവ്വം വിധിക്കുന്നതിന്. തൻ്റെ ജനത്തെ നീതിപൂർവ്വം വിധിക്കുന്നതിന് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കുന്നത് ആര്? കർത്താവ്. തൻ്റെ ജനത്തെ നീതിപൂർവ്വം വിധിക്കുന്നതിന് നിന്റെ ഹൃദയത്തെ കർത്താവ് നിറയ്ക്കുന്നത് എന്തുകൊണ്ട്? ജ്ഞാനം കൊണ്ട്. അങ്ങനെ അവൻ ഐശ്വര്യം നശിക്കാതിരിക്കുകയും തലമുറകൾ തുറന്നെടുക്കുകയും ചെയ്യട്ടെ. പ്രഭാഷകൻ 45:26 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം മഹത്വം. തലമുറകൾ തുറന്നെടുക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത്? ഉത്തരം മഹത്വം. ഇത്രയുമാണ് 45 ചോദ്യോത്തരങ്ങൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചത് 44, 45 അധ്യായങ്ങളുടെ ചോദ്യോത്തരങ്ങളാണ്. ഒന്നുകൂടി ബൈബിൾ വായിച്ച് ഹൃദയസ്ഥമാക്കുക. എല്ലാവർക്കും നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.